കൂത്രപ്പള്ളിയിൽ വരുന്നു. എൻ്റെ മകളുടെ പാസ്പോർട്ട് എടുക്കേണ്ട കാര്യത്തിന് SSLC സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് തിരുത്തൽ ആവശ്യമായിരുന്നു. അതിൻ്റെ തിരുത്തലിന് ആവശ്യമായിട്ട് ഞങ്ങൾ SSLC സർട്ടിഫിക്കറ്റ് തിരുവനന്തപുരത്ത് അയച്ച് സർട്ടിഫിക്കറ്റ് എല്ലാം ശരിയായി കിട്ടി. എന്നാൽ പാസ്പോർട്ട് എടുക്കാൻ നമുക്ക് ID കാർഡ് ഇല്ലായിരുന്നു. +2 ശേഷം അവിടെ ആന്ധ്രയിൽ നഴ്സിംഗ് പഠിക്കാൻ പോയതിനാൽ നമ്മുടെ ID കാർഡ് എടുക്കുന്ന സമയമാകുമ്പോൾ അവർക്ക് അവിടെ പരീക്ഷ നടക്കുന്നതിനാൽ കൊച്ചിന് നമ്മൾ ഐഡൻറ്റി കാർഡ് എടുക്കാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ഓൺലൈനിൽ അപേക്ഷ സ്വീകരിക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ ഇല്ലാതെ തന്നെ ഓൺലൈനിൽ അപേക്ഷ സ്വീകരിക്കുകയും ID കാർഡ് കിട്ടുമെന്നുള്ള ഉറപ്പിപ്പ് പറഞ്ഞ് ഞാൻ ഓൺലൈനിൽ തന്നെ പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തതിന് ശേഷം ID കാർഡ് കിട്ടിയപ്പോൾ ID കാർഡിനകത്ത് മെസ്സേജ് സംഭവിച്ചിരിക്കുന്നു. ഞാനത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എന്ത് ചെയ്യുന്നത്, അപേക്ഷ കൊടുക്കുന്നു. അപേക്ഷ കൊടുത്ത് 1 വർഷത്തിനുള്ളിൽ നമ്മൾ അപേക്ഷ കൊടുത്ത കാശ് ക്യാൻസലായി പോകും. ഇത് തിരിച്ചു വരാൻ ഇനി സമയം എടുക്കുമല്ലോ എന്നെല്ലാം ഓർത്ത് ഞാനിങ്ങനെ വിഷമിച്ചിരുന്നു. ഞാൻ അപേക്ഷ എഴുതി ഇവിടെ അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞു വിഷമിക്കില്ല, പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞു. ഞാൻ അപ്രകാരം തന്നെ മകളെ തിരികെത്തുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. മോള് കഴിഞ്ഞ് 17-ാം തീയതി പാസ്പോർട്ട് ആവശ്യത്തിനായി വരികയും 18-ാം തീയതി ഓഫീസിൽ പോയി പാസ്പോർട്ടിന് വേണ്ടി ഫോട്ടോ എടുക്കുകയും എല്ലാം ചെയ്തു. ആ സമയം അന്നൊരു ബുധനാഴ്ച ദിവസമായിരുന്നു. ഞാൻ വീട്ടിലെന്ന് ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിച്ചു. എണ്ണത്തിന് കത്തിച്ച് വെച്ചിട്ടാണ് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ വാക്കിനെ ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. ഇത് അസാധ്യമായി പോകില്ല, സാധ്യമായി തന്നെ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ അവിടെ മാർക്ക് പാസ്പോർട്ട് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം 10:45 കറക്റ്റ് ജോലിയെല്ലാം ഞാൻ ഒതുക്കി തിരികത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 12 ആകുന്നതിന് മുമ്പ് എനിക്ക് ഫോൺ വന്നു, അമ്മ എല്ലാം ഓക്കെ ആയിരിക്കുന്നു. ഞാൻ എവിടെ കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞിരുന്നു. എൻ്റെ കുഞ്ഞെന്നോട് പറഞ്ഞു, ഞാൻ ഈ പാസ്പോർട്ട് പറയാൻ എനിക്ക് പോകില്ല, എനിക്ക് ഈ പാസ്പോർട്ടൊന്നും വേണ്ട, ഞാൻ എനിക്ക് വിദേശ രാജ്യങ്ങളൊന്നും പോകണ്ട, എനിക്ക് ഇവിടെ നാട്ടിലെവിടെയും 10 രൂപ ശമ്പളം കിട്ടുന്ന പോലെ കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എന്തായാലും അങ്ങനെ ദൈവഗീത എന്താണെന്ന് വെച്ചാൽ അത് നടപ്പിലാക്കട്ടെ എന്ന് ഞാൻ കുഞ്ഞിനെ ആശ്വസിച്ചു. അവിടുന്ന് എല്ലാം ക്ലിയറായിട്ട് പാസ്പോർട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങൾ സൈൻ ചെയ്ത് മേടിച്ചു. അവിടെ എല്ലാവരും തന്നെ സൈൻ ചെയ്ത് മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ മകളെ 2.5 ലക്ഷം രൂപ ലോൺ എടുത്താണ് പഠിപ്പിച്ചത്. നമ്മൾക്ക് പലിശ എടുത്ത ലോൺ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ പലിശ ഉണ്ട് നല്ലതായിട്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ ലോൺ തരുന്നതിൽ ഏറ്റവും കൂടുതൽ പലിശ പല വിധത്തിൽ നമുക്ക് ലോൺ തരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പലിശ വിദ്യാഭ്യാസ ലോൺ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാനത് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പാസ്ബുക്ക് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഓരോ ഘടകം തരുമ്പോൾ അവരത് കൂട്ടി എഴുതുന്നു ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ലാസ്റ്റ് 4 വർഷം പഠനം കഴിഞ്ഞു, 5-ാം വർഷം കഴിഞ്ഞു, 1 ഇയർ ഇപ്പോൾ അവൾ ബോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ തുച്ഛമായ തുകയാണ് ഇതിന് ശമ്പളം കിട്ടുന്നത്. അതുകൊണ്ട് ഒന്നും ആകില്ല. എന്നാൽ ഈ മാർച്ചിനകം 95,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നോട്ടീസ് വന്നിരിക്കുകയാണ്. അത് മുതലൊന്നുമല്ല, ഈ 5 വർഷത്തെ പലിശയാണ്. ഈ പലിശ അടയ്ക്കണമെങ്കിൽ മാർച്ചിൽ അടച്ചതിന് ശേഷം ഏപ്രിൽ മുതൽ 6,000 രൂപ കണ്ടിന്യൂസ് ആയിട്ട് മന്ത്ലി അടച്ചുകൊണ്ടിരിക്കണമെന്നാണ് അവർ പറയുന്നത്. ഈ മന്ത്ലി ഓരോ കണ്ടിന്യൂസ് ചെയ്തില്ല അതിന് വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജോലി കിട്ടിയാൽ മാത്രമേ ഇത് തുടർന്ന് അടച്ചു പോകാൻ ഞങ്ങൾക്ക് സാധിക്കുള്ളൂ. കാരണം എൻ്റെ ഇളയ മകളും BSc MLT പഠിക്കുകയാണ്. 3 വർഷത്തെ കോഴ്സിന് അവർക്ക് 3 ലക്ഷം രൂപയോളമാകും. ഇതെല്ലാം കൂടി താങ്ങാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. കുഞ്ഞിന് നല്ലൊരു ജോലി കിട്ടണമെന്നെല്ലാം ദൈവമക്കളോട് ഞാൻ താഴ്മയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ യാചിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ എനിക്ക് ഈ 2015 തമ്പുരാൻ തന്ന എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കുമായി ഞാൻ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അതുകളില്ലാതെ അതുകളില്ലാതെ ഞാൻ നന്ദി പറയും. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. വിദ്യാഭ്യാസത്തിനോട് ശരിയാണ്, എപ്പോഴും 12% പലിശ. വളരെ ദയനീയമായ അവസ്ഥയാണ്. വിദ്യാഭ്യാസം ലോൺ കിട്ടിയാൽ അത് അടയ്ക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത അവസ്ഥകൾ ഒരുപാട് പേരത്തിനെ സമീപിക്കാറുണ്ട്. നമുക്ക് പ്രത്യേകമാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്ക് മാനേജേഴ്സിന് അതിൻ്റെതായ ഒരു നീതി ലഭിക്കട്ടെ. കാർഷികമായിട്ടൊക്കെയാണ് 4% മതി. വിദ്യാഭ്യാസത്തിലുള്ള ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ 12% ഒരു നീതി അവർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ മകളെ അനുഗ്രഹിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയുകയും പാസ്പോർട്ടൊക്കെ സമയത്ത് കിട്ടാനായിട്ടൊക്കെ ഇടയാക്കിയ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം. എല്ലാ കടക്കണിയിൽ നിന്ന് ഈ വർഷം മക്കൾ സ്വതന്ത്രമാകട്ടെ. ബന്ധിക്കുന്ന അഴിക്കുന്നത് അഴിക്കാനും കെട്ടാനും അഴിക്കാനും അധികാരമുള്ള കർത്താവിൻ്റെ നാമത്തിൽ
ഈ ലോണിൻ്റെ ഈ കടക്കടിയുടെ തെറ്റുകളൊക്കെ അഴിക്കാനായിട്ട് അച്ഛന് നിങ്ങളോടൊപ്പം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.